പഞ്ചാബിൽ രണ്ടിടത്തുകൂടി പാക് മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഭട്ടിൻഡയിലെ തുങ്കുലി ഗ്രാമത്തിൽ സേനാ ക്യാമ്പിന് സമീപം ഒപ്പം തന്നെ ബിസിയാന എയർഫോഴ്സ് സ്റ്റേഷന് സമീപമാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഹോഷിയാർപൂരിൽ നിന്ന് പൊട്ടാത്ത ചൈനീസ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത്. എന്തായാലും പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പല വിധത്തിൽ തുറന്നുവരുന്നത് ലോകത്തിന് മുന്നിൽ തെളിവുകളാവുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിന് മുന്നിൽ കൃത്യമായി പാകിസ്ഥാനിൽ നിന്നാണ് ഈ മിസൈലുകൾ വന്നത് എന്ന് നമുക്ക് തെളിവുകൾ ശേഖരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ നൽകാൻ കഴിയുന്ന കൃത്യമായ തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായാണ് ഈ കാണുന്നതെല്ലാം. പൊട്ടാത്ത മിസൈൽ വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് എന്ന് തെളിയിക്കാൻ കഴിയും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം നമ്മൾ മുന്നോട്ട് വയ്ക്കുക. എപ്പോഴും പാകിസ്ഥാന്റെ പച്ച കള്ളത്തരങ്ങൾ അത് തുറന്ന് കാട്ടപ്പെടുകയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ. ബസ്വന്ത്, ഈ കഴിഞ്ഞ 3 മണിക്കൂറിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഇത്തരം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും സാധാരണ നിലയിലേക്ക് കശ്മീരിലടക്കം പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങൾ അങ്ങനെ ഒരു മടങ്ങിവരവിലേക്ക് ജനങ്ങളുടെ പൊതു റോഡുകളിലേക്കൊക്കെയുള്ള ഇറക്കം സാധാരണഗതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടോ? അതോ ഇപ്പോഴും എല്ലായിടത്തും കൃത്യമായി ജാഗ്രത പാലിക്കുക, വീടുകളിൽ തുടരുക, ഹോട്ടലുകളിൽ തുടരുക എന്ന നിർദ്ദേശമാണോ? പാകിസ്ഥാൻ ഇന്നെന്തെങ്കിലും ആക്രമണം നടത്തിയതായിട്ടുള്ള യാതൊരു വിവരവും ഇപ്പോഴില്ല. ഇന്നലത്തെ ആ ഡ്രോൺ ആക്രമണം മാത്രമാണ് ഉള്ളത്. അതേസമയം ഇന്ത്യ പല നഗരങ്ങളിലും അല്ലെങ്കിൽ പട്ടണങ്ങളിലും ഇത്തരത്തിൽ ഒരു യുദ്ധ നേരിടുന്നതിനുള്ള സന്നാഹങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള മോക്ക് ഡ്രില്ലും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും പരിശോധിച്ചു വരികയാണ്. അംബാലയിലും ചണ്ഡീഗഡിലും ഇന്ന് രാവിലെ ഒരു വ്യോമ ആക്രമണം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രില്ല് നടന്നിരുന്നു. സമാനമായ ഒന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഡൽഹിയിലുമുണ്ട്. അതായത് തലസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച ഡ്രില്ല് നടക്കുന്നുണ്ട്. എയർ സൈറൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനമാണ് ഇപ്പോൾ ഡൽഹിയിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അംബാലയിലും സമാനമായ ഒരു ഡ്രില്ല് ഉണ്ടായിരുന്നു. ചണ്ഡീഗഡിലും ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ബസ്വന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ നടക്കുന്നത് ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒപ്പം തന്നെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഈ ആക്രമണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു എന്നതാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സന്ദർശനം മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ ഇടങ്ങളിലേക്ക് ഇവർ എത്തുന്നുണ്ട്? അത് പാകിസ്ഥാന് നൽകുന്ന മറ്റൊരു മറുപടി കൂടിയല്ലേ ഇത്? ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത്. ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ള തന്നെയാണ് ഈ സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വീടുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ, ഇവയെല്ലാം തന്നെ ഇപ്പോൾ അത് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ജമ്മുവിൽ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ സ്വന്തം കാർ ഓടിച്ചാണ് ജമ്മുവിലെത്തിയത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഒമർ അബ്ദുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് കാശ്മീരിലെത്തുകയും അവിടെ നിന്ന് ജമ്മുവിലെത്തുകയും ചെയ്തിരിക്കുന്നത്.